നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മേ, അച്ഛന്റെ മുഖത്ത് ഈച്ച വന്നിരിക്കുന്നു. എനിക്കിവിടുന്ന് മാറിക്കൂടാ. മരിച്ചത് വേണ്ടപ്പെട്ട ഒരാളാ, പെട്ടെന്ന് പോകേണ്ടതുവാ. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു തീരുമാനം അറിയണം. നീ ഒന്ന് മാറുന്നുണ്ടോ? ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടു അല്ലേ? വീണ ഡിവോഴ്സ് പിടിച്ചു വാങ്ങി. എല്ലാം നീ തീരുമാനിച്ചതാണല്ലോ. ഹരിക്കനെ നന്നായി അറിയില്ലേ? ഒരു കാര്യം തീരുമാനിച്ച അത് എന്റെ വഴിക്ക് കൊണ്ടുവരാൻ എന്ത് ഞാൻ ചെയ്യുന്നു? ഓക്കെ, ആ ബന്ധം അവസാനിച്ചല്ലോ. ഇനി നമ്മുടെ കാര്യം പറ. നമ്മുടെ എന്ത് കാര്യം? നീ എന്താ ഈ ചോദിച്ചു വരുന്നത്? ഹരിയോട് എനിക്ക് പറയുന്ന ഒരൊറ്റ കാര്യമല്ലേ ഉള്ളൂ, നമ്മൾ ഒരുമിച്ചുള്ള ഒരു ജീവിതം. മോശം പിടിക്കാൻ എത്ര ആട്ടി അകറ്റിയാലും മനസ്സിലാവില്ലല്ലേ നിനക്ക്? ഞാനൊരു മരണ വീട്ടിലേക്ക് ഇറങ്ങുക, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. ദേഷ്യം വരട്ടെ, പക്ഷെ ഇതിനൊരു തീരുമാനം പറയാതെ ഹരിയെ ഞാൻ ഇവിടുന്ന് വിടില്ല. വീണയ്ക്ക് ഇഷ്ടമുള്ളത് പിടിച്ചു വാങ്ങി. ഇനി എന്റെ ഊഴമല്ലേ? പുറത്ത് ആളുകളുണ്ട്, ഒരുപക്ഷെ അതിന് ഞാൻ മാനിച്ചു എന്ന് വരില്ല. നീ വഴിന്ന് മാറ്, അല്ലെങ്കിൽ തള്ളി ഞാൻ പുറത്തേക്ക് വലിച്ചെറിയും. എന്നാ അത് എനിക്കൊന്ന് കാണണമല്ലോ. തൽക്കാലം ഹരിയെ പുറത്തേക്ക് വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിന്നോട് മാറാനല്ലേടി പറഞ്ഞു. ഹരിയെ ഞാൻ വിടില്ല. മാറാനല്ലേ പറഞ്ഞത്? എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിട്ട് പോയാ മതി. പറഞ്ഞത് ഞാൻ പറയട്ടെ. ഒരു പെണ്ണിനോടുള്ള മര്യാദയൊക്കെ ഞാൻ പാലിച്ചു. ഇനി ഈ കുടുംബത്തിൽ നിന്റെ നിഴല് പോലും വീണു പോരുത്. വീണ, നീ മഹാകാര്യമായിട്ട് പറയുന്ന നിന്റെ കമ്പനിയുടെ ഓഫീസ് ഉണ്ടല്ലോ, അവിടേക്ക് വരും ഞാൻ. ചേച്ചി നോക്ക്, മുമ്പ് കൺമുന്നിൽ ഒരു കാറ് കത്തി എരിഞ്ഞാൽ നിനക്ക് ഓർമ്മയില്ലേ? അതുപോലെ നിന്നെയും കത്തിക്കും ഞാൻ. കേട്ടോ? അമ്മേ, അച്ഛന്റെ മുഖത്ത് ഈച്ച വന്നിരിക്കുന്നു. എനിക്കിവിടുന്ന് മാറിക്കൂടാ. ശിവാനന്ദ,
ദൂരസ്ഥലത്ത് നിന്ന് ആരെല്ലാം വരാനുണ്ടോ? ഇല്ല. എന്നാ പിന്നെ ചടങ്ങുകൾ തുടങ്ങിയാലോ? വൈകിപ്പിക്കണ്ട. സുധി, മോനെ മോനെ വാടാ മക്കളെ, വാ. എന്തിനാ നീ ദേഹം നനച്ചത്? അത് ബോഡി എടുക്കണ്ടേ? വേണ്ട. അത് നിങ്ങളല്ലല്ലോ പറയേണ്ടത്. ഞാൻ ആ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ മരുമകനാ. കുറച്ചു ദിവസം മുമ്പ് വരെ ഏട്ടന്റെ മനസ്സിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഏട്ടൻ മരിക്കുമ്പോ അതായിരുന്നില്ല അവസ്ഥ. എന്റെ ഏട്ടൻ വെറുത്തിരുന്ന ഒരാൾ, അയാൾ എന്റെ ഏട്ടന്റെ ശരീരത്തിൽ തുടർന്ന. വെറുതെ ചടങ്ങിന് മുമ്പ് പ്രശ്നങ്ങൾ ഉണ്ടാക്കണോ? നിനക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്ന ആരായാലും അവർക്കുള്ള മറുപടി എന്റെ കയ്യിലുണ്ട്. ഏട്ടന്റെ മരണത്തിന് കാരണം നീയാ. നീ മനസ്സിലേൽപ്പിച്ച മുറിവ. അതിന്റെ കണക്കൊക്കെ ഈ ചടങ്ങ് തീർത്തിട്ട് നിന്നെ കൊണ്ട് പറയിപ്പിച്ചോളാം. നിങ്ങളും നിങ്ങളുടെ മകനും വിമലും ഒക്കെ ബന്ധുക്കളാ. ശവമഞ്ചം ചുമക്കാൻ നാലാമതൊരാള് വേണമല്ലോ. അതാരാ? അതാര് വേണമെന്ന് ദൈവം തീരുമാനിച്ചോളും. അച്ഛാ, ഹരിയേട്ടൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ ഏട്ടൻ മകനെ പോലെ സ്നേഹിച്ചു തുടങ്ങിയവനാ ദാ ഈ വരുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.